ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു മണ്ഡലം തന്നെയാണ് ചങ്ങനാശ്ശേരിയും. ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJP നേതാവായ ബി രാധാകൃഷ്ണ മേനോനാണ്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച NDAയുടെ വിജയം തന്നെയാണ്. നരേന്ദ്രമോദി ചങ്ങനാശ്ശേരിയിൽ എത്തുകയും അദ്ദേഹം റോഡ് ഷോയിൽ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ മുന്നിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ചങ്ങനാശ്ശേരിയുടെ വികസന സാധ്യതകളുടെ കവാടം തുറന്നതായി. കാരണം ചങ്ങനാശ്ശേരി കഴിഞ്ഞ 50 വർഷമായി കേരള കോൺഗ്രസുകളുടെ മാറിയുള്ള MLAമാരുടെ കീഴിലായതുകൊണ്ട് വികസനം കാര്യമായി കടന്നു വരാത്ത പ്രദേശമാണ്. അവരുടെ വികസന കാഴ്ചപ്പാടിനും പരിമിതിയുണ്ട്, നടപ്പാക്കാനുള്ള സംവിധാനത്തിൻ്റെ അഭാവവുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വികസനം ആഗ്രഹിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ പഴയകാലത്ത് റൂബി റബ്ബർസ് ഉണ്ടായിരുന്നു, ദശാബ്ദങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയി. തൊട്ടപ്പുറത്ത് ചിങ്ങവനം ഇലക്ട്രോ കെമിക്കൽസ് ഉണ്ടായിരുന്നു, കാലങ്ങളായി പൂട്ടിപ്പോയി. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലെടുക്കാനുള്ള പുതിയ പദ്ധതികളില്ല, പരിപാടിയില്ല. NDA ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമല്ല ചങ്ങനാശ്ശേരിയിലും IT പാർക്ക് ആരംഭിക്കാം. കാരണം ഇവിടുത്തെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറുകയാണ്, വിദേശത്തേക്ക് പോവുകയാണ് ചെറുപ്പക്കാരൊക്കെ. അവർക്കൊക്കെ തൊഴിലിന് വേണ്ടിയുള്ള വലിയ സംരംഭങ്ങൾ ഉണ്ടാവണം. ഈ നാടിൻ്റെ ടൂറിസം അടക്കമുള്ള ബിസിനസ് രംഗം പുരോഗതി പ്രാപിക്കണം. അപ്പോൾ അതിനെല്ലാമുള്ള അവസരം AC കനാലും അതുപോലെ ബോട്ട് ജെട്ടിയുമൊക്കെ പായൽ മൂടി കിടക്കുകയാണ്. ഇതെല്ലാം നവീകരിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ സാഗർമാല പദ്ധതി പോലെയുള്ള വലിയ പദ്ധതികളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നിതിൻ ഗഡ്കരി ആവിഷ്കരിച്ചിരിക്കുന്ന ചരക്ക് നീക്കത്തിനുള്ള സംവിധാനവുമൊക്കെ AC കനാലിലൂടെ ആഴം കൂട്ടി നടപ്പാക്കാൻ NDAക്ക് സാധിക്കും. നരേന്ദ്രമോദിയുടെ പിൻബലമുള്ളപ്പോൾ എനിക്ക് സാധിക്കും. അപ്പോൾ ചങ്ങനാശ്ശേരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കാൻ അവസരം നരേന്ദ്രമോദിജി നേരിട്ടെത്തി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ആ വികസന സാധ്യത, ഒപ്പം വിശ്വാസം തകർത്ത ആളുകൾ, ഇവിടെ സ്വർണം കട്ടവർ, സ്വർണം വിറ്റവർ, അങ്ങനെയുള്ള LDF UDF അതിനെയെല്ലാം എതിർത്തുകൊണ്ട് NDA മുന്നേറുകയാണ്. തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം ചങ്ങനാശ്ശേരിയിലുണ്ടാകും. ഇപ്പം പര്യടനമൊക്കെ അവസാനിക്കുകയാണ്, പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകളാണുള്ളത്. ഈ ഒരു അവസരത്തിൽ എത്രത്തോളം വലിയൊരു ഭൂരിപക്ഷമാണ് ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? ഇപ്പം പര്യടനങ്ങളെല്ലാം കഴിഞ്ഞ ഒരു സ്ഥിതിക്ക് വളരെ വ്യക്തം 5000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ വിജയിക്കും. BJP ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ മണ്ഡലത്തിലും ഉയർത്തിക്കൊണ്ട് വരുവാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും BJP NDA ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മിക്കവാറും എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ചയായിട്ടുണ്ട്. എന്നോടൊപ്പം ആദ്യാവസാനം ഇപ്പോൾ BDJSൻ്റെ നേതാക്കൾ, ഇവിടുത്തെ SNDP യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് ചന്ദ്രചേട്ടനുണ്ട്, അതുപോലെ MP രാജഗോപാലുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ കർമ്മനിരതരാണ്. 100% വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ചങ്ങനാശ്ശേരിയിൽ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് NDAയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം, അതുപോലെ മണ്ഡലത്തിലെ വികസന പോരായ്മകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മണ്ഡലത്തിലും വളരെ സുപരിചിതനായ ബി രാധാകൃഷ്ണ മേനോൻ ഇവിടെ ജനവിധി തേടുന്നത്. ഏതായാലും 5000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.